ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേണിനെ പറ്റിയിട്ടാണ്. ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു രീതിയിൽ ഒരു കപ്പിൻ്റെ ഷേപ്പിലുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് ആദ്യം ഫൗണ്ട് ചെയ്യാനായിട്ട് പറ്റുക ചാർട്ടിൽ. ഇവിടെ ഞാനിവിടെ ഒരു 2 hour ടൈം ഫ്രെയിമിൻ്റെ ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് ലൈവ് വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു ചാർട്ടിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ചാർട്ടിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഇതിലെവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് എക്സിറ്റ് ആവേണ്ടത്, എവിടെയാണ് ടാർഗറ്റ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിലെ പാറ്റേൺ ആണ്. രണ്ട് രീതിയിലുള്ള പാറ്റേൺ ഉണ്ട്, ഇൻവേർട്ടഡ് ആൻഡ് നോർമലായിട്ടുള്ള പാറ്റേൺ. ഇതിപ്പോൾ നോർമലായിട്ടുള്ള പാറ്റേൺ ഇത് തന്നെ തിരിഞ്ഞ് ഈ ഒരു ഷേപ്പ് മുകളിലേക്കായിട്ട് കപ്പ് വരുമ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകും. ഇത് നിലവിൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നലാണ്, ബുള്ളിഷ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റും ഈ പറയുന്ന പ്രൈസ് ടാർഗറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പോസിറ്റിലും സെയിം തന്നെയായിരിക്കും. ഈ രീതി തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഞാനിവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാറ്റേണിൻ്റെ കപ്പ് ഫോം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു കപ്പിൻ്റെ ഷേപ്പിലാണിത്. ഇപ്പോൾ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫോം ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഈ ഒരു ക്യാൻഡിൽ കപ്പ് ആൻഡ് ഹാൻഡിലാണെന്ന് കൺഫേം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൻ്റെ ഹാൻഡിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ക്യാൻഡിൽസിനെ ടച്ച് ചെയ്തുകൊണ്ട് മുകളിലൊരു ലൈൻ വരയ്ക്കുന്നു. അതേപോലെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പ്രൈസിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ താഴെ ഒരു ലൈൻ വരയ്ക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്കൊരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടോട് കൂടി ഒരു കപ്പ് നമ്മൾ ഹാൻഡിൽ വരച്ചെടുക്കുകയാണ്. അതായത് നമ്മുടെ ഒരു കപ്പ് പിന്നെ ഹാൻഡിൽ. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കപ്പിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കപ്പ് ആടെ സ്റ്റാർട്ടായിട്ടുള്ളത് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഞാൻ ബന്ധിച്ചുകൊണ്ടൊരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ എൻട്രി പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നിന്ന് റിവേഴ്സ് ഇൻവേർട്ടഡ് ആയിട്ട് ആയിക്കോട്ടെ നോർമൽ ആയിക്കോട്ടെ നിങ്ങൾ ഏത് കണ്ടാലും നമുക്കതിൻ്റെ എൻട്രി പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഹാൻഡിലിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ് നല്ലൊരു ബുള്ളിഷ് നോസോട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും അത് ഓൾറെഡി ക്ലോസ് ആയത് അതിൻ്റെ ടോപ്പിൽ ആ ഒരു റെസിസ്റ്റൻസിന് അടുത്ത് ചെന്നിട്ടാണ്. സോ അവിടെ നിന്നൊരു പുൾ ബാക്ക്, ഈ ഒരു നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഏതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയാലും പിന്നീട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അപ്പോൾ മുകളിലേക്ക് പോയി അതിനുശേഷം ആ ഒരു ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. റീടെസ്റ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ കൺഫർമേഷൻ ഗ്രീൻ ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ കൺഫർമേഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് കൺഫേം ചെയ്യാനായിട്ട് അവിടെ എൻട്രി എടുക്കണമെന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ വോളിയം കൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വോളിയം അവിടെ വന്നിട്ടുണ്ട്, ബൈ വോളിയം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ആ എൻട്രിയുടെ ടാർഗറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് നമ്മൾ ഈ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ഏരിയ ആണ്. ആ ഏരിയയിൽ നിന്നും നമ്മുടെ ഈ ഒരു കപ്പിൻ്റെ ആ ഒരു അടിയിൽ വരുന്ന പോർഷൻ വരെയുള്ള ഏരിയ ആണ്, ആ ഒരു ലെങ്ത്താണ് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്ന എവിടെയാണ്, ആ ഒരു കപ്പ് വരെയുള്ള പോർഷൻ, നിങ്ങളുടെ റെസിസ്റ്റൻസിൽ നിന്ന് ആ ഒരു കപ്പ് വരെയുള്ള പോർഷൻ ടാർഗറ്റായിട്ട് വെക്കാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങളിവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് നിങ്ങൾക്കുള്ള മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് പോസിബിലിറ്റി ആയിട്ടുള്ള എൻട്രി ഇവിടെയാണ്. ഇവിടുന്ന് എൻട്രി എടുക്കാം. അതിൽ ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ക്യാൻഡിൽ ക്ലോസിങ് എബോ ഒക്കെ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ നിന്ന് റീടെസ്റ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് റീടെസ്റ്റിൽ ഇവിടെ മിസ്സായവർക്ക് റീടെസ്റ്റിൽ എൻട്രി എടുക്കാം. എൻട്രി എടുത്ത ശേഷം നമുക്ക് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയയിൽ ഫസ്റ്റ് നിങ്ങളുടെ റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു കപ്പിൻ്റെ അണ്ടർ വരെയുള്ള പോർഷൻസ് നമ്മുടെ ടാർഗറ്റ് ഏരിയ ആയിട്ട് വെക്കാം. ഓക്കെ, ഇനി ആ ഒരു എൻട്രി നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ശരിക്കും അതൊരു കൺഫർമേഷൻ എൻട്രി നമുക്ക് പറയാൻ പറ്റില്ല.
പോസിബിളായിട്ടുള്ളൊരു എൻട്രി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കൺഫർമേഷൻ എൻട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ മേജർ റെസിസ്റ്റൻസ്, അതായത് ഈ ഒരു കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേണിൻ്റെ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന ഏതാ, ഈ ഒരു ട്രെൻഡ് ലൈനാണ്. സോ ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും എന്ത് ചെയ്യാം, ഒരു റീടെസ്റ്റ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഈ ഒരു കപ്പിൻ്റെ അണ്ടർ വരെ അടിഭാഗം വരെ വരുന്ന ആ ഒരു പോർഷനാണ് അതിൻ്റെ ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇപ്പോൾ അതുപോലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു സപ്പോർട്ടായിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ, നല്ല ബുള്ളിഷ്നെസ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ വോളിയം, ഇതുപോലെ നല്ലൊരു വോളിയം ഇപ്പുറത്ത് കിട്ടിയ പോലെ നല്ലൊരു വോളിയം അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എൻട്രി എടുക്കാം ടാർഗറ്റായിട്ട്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 26. അതേപോലെ നിങ്ങളുടെ ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനിൽ നിന്നും ഈ ഒരു കപ്പിൻ്റെ അടിഭാഗം വരെ വരുന്ന പോർഷന് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തന്നെയായിരിക്കും നിങ്ങൾ ബിയറിഷായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് തിരിച്ചു വന്നാലും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. ഫസ്റ്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് എന്നുള്ളത് അതിൽ സപ്പോർട്ടായിട്ട് കണക്കാക്കുക. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു ബുള്ളിഷ്നെസ് ക്യാൻഡിൽ കിട്ടി, കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ എൻട്രി എടുക്കുന്നു. ഫസ്റ്റ് ടാർഗറ്റായിട്ട് ആ റെസിസ്റ്റൻസിൽ നിന്ന് ഈ ഒരു കപ്പിൻ്റെ അടിഭാഗം വരെയുള്ള ഏരിയ സെലക്ട് ചെയ്യുന്നു. ഇത് നേരെ തിരിച്ചാണെങ്കിലോ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ബുള്ളിഷിന് പകരം നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കുന്നു ടാർഗറ്റ് ഏരിയ ആയിട്ട് ഈ ഒരു കപ്പിൻ്റെ മുകൾ ഭാഗം വരെ. അപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. ആ സപ്പോർട്ടിൽ നിന്ന് ആ ഒരു ക്യാൻഡിലിൻ്റെ മുകൾ ഭാഗം വരെയുള്ള ഏരിയ ടാർഗറ്റായിട്ട് വെക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി എടുക്കാം. ഇവിടെ ഒരു എൻട്രി എടുത്താലും അതല്ല, അത് മിസ്സായവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ശേഷം ഒരു റീടെസ്റ്റ് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ക്യാൻഡിൽ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അവിടെ എൻട്രി എടുക്കാം ടാർഗറ്റായിട്ട് ഈ പറഞ്ഞ ട്രെൻഡ് ലൈനിൽ നിന്ന് ഈ ഒരു കപ്പിൻ്റെ ബോട്ടം പോർഷൻ. അപ്പോൾ അത് നേരെ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷനായിട്ട് ഉള്ള ഏരിയ എന്ത് ചെയ്യാം, ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ SL ഇനി എവിടെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. എവിടെയൊക്കെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് എക്സിറ്റ് ആവേണ്ട ടാർഗറ്റ് ഏരിയാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് എക്സിറ്റ് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ്. അതായത് നമ്മളുടെ ബുള്ളിഷ്നെസ് കാണിച്ചിട്ടുള്ള ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെയുള്ള സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന ഏരിയ, മേജറായിട്ട് നിൽക്കുന്ന സപ്പോർട്ട് ഏരിയേനെ എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റോപ്പ് ലോസ് SL കീപ്പ് ചെയ്യുന്നു. നമ്മളെല്ലാ ട്രേഡിലും SL കീപ്പ് ചെയ്യണം. കാരണം നമ്മൾ എന്തൊക്കെ എന്താ പറയുക ടെക്നിക്കൽ അനലൈസ് ചെയ്തിട്ടാണ് എൻട്രി എടുക്കണമെങ്കിലും മാർക്കറ്റിൽ പെട്ടെന്നുണ്ടാകുന്ന നെഗറ്റീവ് ന്യൂസുകളോ പോസിറ്റീവ് ന്യൂസുകളോ മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഒരു വോളറ്റിലിറ്റി ഉള്ളൊരു മാർക്കറ്റാണ് നമ്മളിപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്നത്. സോ നമ്മൾ എടുക്കുന്ന ട്രേഡിന് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ടിനെ ചെറിയ നഷ്ടം കൊണ്ട് വലിയൊരു ലോസിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും.